നമസ്കാരം. തെരഞ്ഞെടുപ്പ് പ്രചാരണം മുറുകുന്തോറും തലക്കെട്ടുകൾ ഭേദിക്കുന്ന വാക്കുകൾ ഉയർന്നു കേൾക്കുന്നത് കൂടുതലും പ്രിയങ്ക ഗാന്ധിയിൽ നിന്നാണ്. ലളിതവും സാധാരണവുമായ ഹിന്ദിയിൽ ഒഴുക്കോടെ സംസാരിക്കുന്ന പ്രിയങ്ക മുമ്പിൽ കൂടിയ ജനക്കൂട്ടത്തെ കയ്യിലെടുക്കുന്ന കാഴ്ചയാണ് ഓരോ ഘട്ടത്തിലും കണ്ടത്. ഗുജറാത്തിലെ ബനസ്കന്തയിൽ നടന്ന റാലിയെ അഭിസംബോധന ചെയ്ത പ്രിയങ്ക ഗാന്ധി നരേന്ദ്രമോദിയുടെ പ്രവർത്തന ശൈലിയെ കടന്നാക്രമിച്ചു. മോദി എല്ലായ്പ്പോഴും ടെലിവിഷനിൽ രാഷ്ട്രത്തലവന്മാർ, സെലിബ്രിറ്റികൾ, കോടീശ്വരന്മാർ എന്നിവരോടൊപ്പമാണ് കാണപ്പെടുന്നത്. പക്ഷെ ഒരിക്കലും പാവപ്പെട്ടവരോടൊപ്പം പ്രധാനമന്ത്രിയെ കാണാറില്ല. ഗുജറാത്ത് മോദിക്ക് എല്ലാം നൽകി. ഗുജറാത്ത് കാരണമാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായത്. എന്നാൽ നിങ്ങളുടെ കഷ്ടപ്പാടുകളെക്കുറിച്ച് അദ്ദേഹത്തിന് ആശങ്കയില്ല. കർഷകർ ദുരിതത്തിലാണ്. സ്ത്രീകൾക്ക് അവശ്യവസ്തുക്കൾ വാങ്ങാൻ കഴിയുന്നില്ല. പെട്രോൾ ഡീസൽ വില അസാധാരണമായി ഉയർന്നു. യുവാക്കൾക്ക് ജോലി ലഭിക്കുന്നില്ല. സർക്കാരിൽ 30 ലക്ഷം ഒഴിവുകളാണുള്ളത്. എന്നാൽ നിങ്ങളുടെ നീറുന്ന ആവശ്യങ്ങളെക്കുറിച്ച് മോദിക്ക് യാതൊരു ആശങ്കയുമില്ലെന്നും പ്രിയങ്ക ആഞ്ഞടിച്ചു. നിങ്ങൾക്ക് 5 കിലോഗ്രാം റേഷനും പാകിസ്ഥാൻ, ഹിന്ദു മുസ്ലിം വിവേചനം എന്നിവയെക്കുറിച്ചുള്ള പ്രസംഗങ്ങളും മതി എന്നാണ് മോദി കരുതുന്നത്. നിങ്ങളുടെ മംഗളസൂത്രം കോൺഗ്രസ് തട്ടിയെടുക്കുമെന്നും നിങ്ങളുടെ സ്വത്തുക്കൾ മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യുമെന്നുമൊക്കെ യുക്തിരഹിതമായ വിചിത്രമായ സംസാരമാണ് മോദി നടത്തുന്നത്. നുണകളേക്കാൾ മോശമാണത്. അദ്ദേഹം നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതല്ല ഒരു നേതാവിന്റെ യഥാർത്ഥ ജോലി എന്നൊക്കെ അവർ പറഞ്ഞു. ഒരു നേതാവിന്റെ ജോലി നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ്, ജനങ്ങളുടെ കണ്ണീർ തുടയ്ക്കുക എന്നതൊക്കെയാണ്. എങ്ങനെയാണ് BJP ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ പാർട്ടിയായതെന്നും സാധാരണക്കാർ കൂടുതൽ എങ്ങനെയാണ് ദരിദ്രരായതെന്നും നിങ്ങൾ ചോദിക്കണം. 15,000 കോടി രൂപയുടെ കരിമ്പ് കുടിശ്ശിക തീർക്കാതെ 20,000 കോടി രൂപയുടെ പുതിയ പാർലമെന്റ് കെട്ടിടം നിർമ്മിക്കാൻ തുനിഞ്ഞത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചോദിക്കണം. BJPയുടെ വർഗീയ ധ്രുവീകരണ പ്രചാരണ കെണിയിൽ വീഴാതെ സമർത്ഥമായി ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് പ്രിയങ്കയുടെ പ്രസംഗം പുരോഗമിക്കുന്നത്. ചടുലമായ വാക്കുകൾ, സാധാരണക്കാരെ ആകർഷിക്കുന്ന പ്രയോഗങ്ങൾ, BJPക്കെതിരെ കണിശമായ ആക്രമണങ്ങൾ, ഓരോ വാക്കുകളും ഏറ്റെടുക്കുന്ന സദസ്സ് എന്നിങ്ങനെ ഒരു റാലിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്രിയങ്ക ഗാന്ധി കുതിക്കുമ്പോൾ കോൺഗ്രസിന്റെ താരപ്രചാരക പട്ടികയിൽ 1-ാം സ്ഥാനം തനിക്ക് തന്നെയെന്ന് സ്ഥാപിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്ന് തീരുമാനിച്ച അവർ രാജ്യത്തുടനീളം കോൺഗ്രസ് പോരാട്ടത്തിന്റെ മുന്നണി പോരാളിയായി മാറിയിരിക്കുകയാണ്. നിരവധി നേതാക്കൾ പ്രചാരകരായി ഉണ്ടെങ്കിലും അവർക്കൊന്നുമില്ലാത്ത ആകർഷണം പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ടെന്നത് കോൺഗ്രസിന് ഇത്തവണ നേട്ടം കൊണ്ടുവരുമെന്ന് ഉറപ്പ്.